അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, റാത്തിബിൻ്റെയും കുത്തുബിയത്തിൻ്റെയും ഏകദേശം ഒരു അടിസ്ഥാന രൂപം നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇനി ഇതിനെക്കുറിച്ച് സംശയമുള്ളവർ ചോദിക്കുക. 2 മണിക്ക് അവസാനിപ്പിക്കണം എന്ന് ഇതിൻ്റെ സംഘാടകർ ആവശ്യപ്പെടുന്നു. അത് ചോദ്യം ചെയ്യുക, 2 മണി വരെ ഇതിൻ്റെ ഉള്ളിൽ അത് അവസാനിപ്പിക്കണം. ചോദിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, സംശയങ്ങൾ തീർക്കുക. വെറും തർക്കത്തിന് വേണ്ടി ചോദിച്ച് സമയം കളയരുത്. നമുക്കിത് പഠിക്കാനുള്ള വേദിയാണ്. ഇത് വാദപ്രതിവാദം നടത്തി ജയിക്കേണ്ട വേദി എന്നുള്ളതല്ല. പഠിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് വിരിഞ്ഞ് സന്തോഷത്തോടുകൂടെ പോകണം. അത് ആ നിലക്കുള്ള ചോദ്യങ്ങളായിരിക്കണം. വെറുതെ തർക്കിച്ച് സമയം കളയരുത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. അതുകൊണ്ട് ചോദ്യത്തിലേക്ക് കിടക്കാം. അള്ളാഹു ഇത് നല്ല നിലക്ക് ആക്കിത്തരാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. തങ്ങളോട് ചോദിക്കപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ് എന്നുള്ള ആയത്തുമായിട്ട് ഖുർആൻ ഓതിക്കൊണ്ട് റാത്തിബിന്റെ സദസ്സിലേക്ക് വന്നാൽ റാത്തിബ് നിർത്തണോ, അവിടെ ഖുർആൻ ഓതണോ? ആ ചോദ്യത്തിന് മറുപടി ഉസ്താദ് പറഞ്ഞിട്ടില്ല. അതിൽ ചോദ്യം അവസാനമുണ്ട്. ഞാൻ ഫത്വ ഫുള്ളായിട്ട് വായിച്ചിട്ടില്ല. അതിന്റെ മറുപടിയിൽ അങ്ങനെ നിർബന്ധമില്ല. അത് ഖുർആൻ കേൾക്കാല്ല, അതിന്റെ വിശദീകരണങ്ങളുണ്ട്. ഖുതുബ കേട്ടാൽ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഇനി ഖുർആൻ കേട്ടാൽ തന്നെ അത് നിശബ്ദമായിട്ട് നിൽക്കണമെന്നില്ല. ഖുർആൻ ഒരു സമയത്ത് ഓതാ, ഇത് ദിക്റും അതുപോലെ തന്നെ പുണ്യാണെന്നൊക്കെ അതിന്റെ വിശദീകരണമുണ്ട്. അസ്സലാമു അലൈക്കും. നമ്മോട് എതിർക്കുന്ന കേരളത്തിലെ സലഫികളുടെ നേതാക്കൾ ഹുസൈൻ സലഫി, സക്കരിയ സലാഹി എന്ന് പറയുന്ന അവരുടെ നേതാക്കന്മാർ പ്രത്യേകമായി ഒരു സിഡിയിൽ പറയുന്നു, ബുഖാരി എന്ന് പറയുന്ന 2 ചട്ടക്കൂടയിലുള്ള മുഴുവനും ഹദീസിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. തെറ്റ് പറ്റാത്തവർ അള്ളാഹുവിന്റെ റസൂല് മാത്രമാണുള്ളത്, മറ്റുള്ള എല്ലാവരിൽ നിന്നും തെറ്റ് പറ്റും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. അതിന്റെ വിധി എന്ന് ഉസ്താദ് പറയണം. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഖുർആനും കിട്ടൂലല്ലോ. ഖുർആനും കിട്ടൂല, റസൂലിനും കിട്ടൂല. എല്ലാവർക്കും തെറ്റുപറ്റും, എല്ലാവരെയും നമ്മൾ അനുകരിക്കേണ്ടതുമില്ല, അവലംബിക്കേണ്ടതുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ തലമുറ കഴിഞ്ഞ തലമുറയെ അവലംബിച്ചുകൊണ്ടല്ലേ ഖുർആനെ മനസ്സിലാക്കുന്നത്. നബിന്റെ ഹദീസ് ബുഖാരി ഇവിടെ ഇങ്ങനെ സാധാരണ ആള് മറുപടി കഴിഞ്ഞതിന്റെ ശേഷം അയാൾക്ക് ബോധ്യപ്പെട്ടെങ്കിൽ ഇരിക്കുക എന്നാണ് ഇവിടുത്തെ നടപ്പ്. അതാണ് പറയുന്നത്. അപ്പോ ബുഖാരി എന്ന് പറയുന്ന കിതാബിൽ നിന്ന് തന്നെ ഇഷ്ടമുള്ളത് എടുക്കും, ഇഷ്ടമുള്ളത് ഒഴിവാക്കും എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. യുമിനൂന ബി ബഅദിൽ കിതാബി വയക്ഫൂന ബി ബഅദി. കിതാബിന്റെ ഏതാനും ഭാഗം ഇഷ്ടമുള്ളത് വിശ്വസിക്കും, ഇഷ്ടമുള്ളത് തള്ളിക്കളയും. ഇതാണ് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള നരകത്തിന്റെ അടിത്തട്ടിലാണ് എന്ന് പറഞ്ഞ ഏറ്റവും വൃത്തികെട്ട കാഫിറുകൾ എന്ന് പറഞ്ഞ മുനാഫിക്കുകളുടെ സ്വഭാവം. ആ സ്വഭാവമാണ് ബുഖാരി അടക്കമുള്ള ഹദീസിന്റെ കിതാബുകളോട് നിങ്ങളെ പറഞ്ഞ കൂട്ടർ അവലംബിക്കുന്നത്. ഓർക്ക് ഇഷ്ടമുള്ളത് കണ്ടാൽ എടുക്കും, ഇഷ്ടമുള്ളത് എടുക്കൂല. ആ ഇഷ്ടമുള്ളത് അവർക്ക് എങ്ങനെ കിട്ടാനാണ്? അപ്പൊ സ്വന്തം ഇച്ഛയെ, സ്വന്തം താല്പര്യത്തെ, സ്വന്തം തിരഞ്ഞെടുപ്പിനെ മാത്രം അവലംബിച്ചുകൊണ്ടാണല്ലോ അവർ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുന്നത്. അവർക്കും തോന്നുക അവർക്ക് അനുകൂലമാകുമെന്ന് തോന്നുന്ന ഭാഗം അതാണ് അവർ എടുക്കുന്നത്. അവർക്ക് പ്രതികൂലമാകുമെന്ന് തോന്നും ഉദ്ധരിക്കപ്പെട്ടെടുത്ത് എന്ന് കണ്ടാൽ അവർ തള്ളും. അല്ലാതെ എടുക്കുന്നതിനായിട്ട് ബുഖാരിയിൽ നിന്ന് കിട്ടിയത് വേറൊരു വഴിക്കല്ലല്ലോ. ബുഖാരി എങ്ങനെയാണോ തള്ളുന്ന ഭാഗം കിട്ടിയതെങ്കിൽ അങ്ങനെ തന്നെയല്ലേ എടുക്കുന്ന ഭാഗവും കിട്ടിയത്. എന്നിട്ടും ചില ഭാഗങ്ങൾ അവർ തള്ളുന്നു, ചില ഭാഗങ്ങൾ അവർ കൊള്ളുന്നു എന്ന് പറഞ്ഞാൽ യുമിനൂന ബി ബഅദിൽ കിതാബ് യക്ഫുറൂന ബി ബഅദിൻ, സ്വന്തം ഇച്ഛപ്രകാരം തന്നിഷ്ടത്തിനനുസരിച്ച് ചില ഭാഗങ്ങൾ വിശ്വസിക്കുന്നു, ചിലത് തള്ളിക്കളയുന്നു എന്ന് ഖുർആൻ പറഞ്ഞ മുനാഫിക്കീങ്ങളുടെ ശരിയായ ലക്ഷണമൊത്ത കപടന്മാരാകുന്നു അവർ എന്നാ നമുക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ആരെങ്കിലും ബാധിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവരെയും നമ്മയും കാത്തുരക്ഷിക്കട്ടെ. അടുത്തതായി ഉസ്താദ്, പ്രത്യേകമായി അവർ സുന്നികളോട് എതിർക്കുന്ന ഒരു കാര്യം, മുഹിയദ്ദീൻ മാലയിൽ 40 വട്ടം ജനാബത്തുണ്ടായാൽ 40 വട്ടം ഒരൂരാ കുളിച്ചവർ എന്ന് പറഞ്ഞ് ഒരു ദീനിന്റെ ഷറഹിന്റെ നിയമത്തിൽ 40 വട്ടം ജനാബത്തുണ്ടായാൽ സുബൈക്ക് മുമ്പ് 1 പ്രാവശ്യം കുളിച്ചാൽ പോരെ എന്ന് അവർ നമ്മോട് ഒരു ഉത്തരം മുട്ടിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യം. പിന്നെ 40 വട്ടം ജനാബത്ത് ഒരു രാത്രിയിൽ എങ്ങനെയാണ് ഉണ്ടാകുന്ന? ഒരു ജനാബത്തും ഒരു കുളിക്കും ഏറ്റവും ചുരുങ്ങിയത് 1 മണിക്കൂർ, അരമണിക്കൂർ വേണ്ടെന്നുള്ള വാദമാണ് അവരത്. അതൊന്ന് പ്രത്യേകമായി മാല എന്ന് പറയുന്നതല്ലേ ഇപ്പൊ വിഷയെങ്കിലും കുത്തുബിയത്താണല്ലോ. അതുമായിട്ട് ബന്ധപ്പെടുത്താമല്ലോ. കുത്തുബ തങ്ങൾ അവർകളെ പറ്റി പറയുന്നു എന്നുള്ള നിലക്ക് നമ്മൾ കണക്കിലെടുക്കാം. ഇതിൽ ഒരുപാട് വിഡ്ഢിത്തങ്ങളുണ്ട്.
ഒന്നുവരെ വിചാരിച്ചത് ജനാബത്തുണ്ടായാൽ അപ്പാടെ കടന്നുറങ്ങിയിട്ട് സുബൈക്ക് നീക്കുന്ന ആളാണ് മുഹ്യിദ്ദീൻ ഷെയ്ഖ് എന്നാ പോലും ഒന്ന് ധരിക്കുന്നത്. സുബൈക്ക് എല്ലാത്തിനും കൂടി അവസാനം കുളിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആ അർത്ഥത്തിലാണ്. ഒന്ന് മനസ്സിലാക്കേണ്ടത് 40 വട്ടം ജനാബത്തുണ്ടാവുക എന്ന് പറഞ്ഞാൽ ജനാബത്ത് ഉണ്ടാകുന്നത് 40 ആകുന്നതിൽ എന്താണ് അവര് ഏറ്റവും അത്ഭുതമായിട്ട് കാണുന്നതും നടക്കാത്തതായിട്ട് കാണുന്നതും? സ്ഖലനം 40 വട്ടം ഉണ്ടാവും എന്നുള്ളതാണോ? സ്ഖലനം 40 വട്ടം ഒരാൾക്ക് സ്കലിക്കുക എന്ന് പറഞ്ഞതാണ് അസംഭവ്യം എന്ന് കാണുന്ന. അപ്പൊ അവർക്ക് ജനാബത്ത് തിരിഞ്ഞിട്ടില്ല. ജനാബത്ത് ആദ്യം ഒന്ന് പഠിക്കണം. സ്കലിക്കുക എന്ന് തന്നെ ജനാബത്തിന്റെ ഒരു കാരണമാണ്. ദുഹൂലു ഹസ്വത്തിൻ ഫീ ഫർജിൻ എന്ന് പറഞ്ഞാൽ തന്നെ ജനാബത്തിന്റെ ഒരു കാരണമാണ്. അത് വേറൊന്ന് പഠിക്കാൻ പറയണം. അതൊരു പ്രാവശ്യമല്ല, 40 പ്രാവശ്യം ഒരാളുടെ ലൈംഗികാവയവം സ്ത്രീയുടെ യോനിയിൽ അതിന്റെ ലിംഗാഗ്രഭാഗം മറഞ്ഞാൽ അതിന്റെ പേര് ജനാബത്ത് എന്നാണ്. അതിനൊക്കെ സ്കലിക്കണമെന്നില്ല, അതിനൊരു അബദ്ധം. ഇനി സ്കലിച്ചു എന്ന് വെക്കുക, അത്ഭുതകരമാണ് എന്നല്ലേ അതിന്റെ അർത്ഥമുള്ളൂ. അതാണല്ലോ കറാമത്ത്. അത്ഭുതകരമാകുമ്പോഴല്ലേ അത് കറാമത്ത് എന്നറിയുന്നത്. അള്ളാഹുവിന്റെ റസൂൽ ഒരു പകലിൽ തങ്ങൾ അവിടുത്തെ മുറികളിൽ മുഴുക്കെ കയറി ഇറങ്ങിയിട്ട് എല്ലാ ഭാര്യമാരെയും സമീപിക്കുമായിരുന്നുവെന്നും അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഓരോരുത്തരുമായി ബന്ധപ്പെട്ട് വേറിട്ട് കുളിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ വരുമായിരുന്നുവെന്നും സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ഒരു ലേശം നേരം സ്വഹാബികൾ കാണുന്ന പകല് നേരത്ത് തന്നെ ഭാര്യമാരുടെ അടുക്ക ചുറ്റിയിട്ട് വന്നു പറഞ്ഞാൽ ഇത് നബി തങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ വേണ്ടി പറയുന്ന എല്ലാ ഹദീസില് അപൂർവമായി ഏതെങ്കിലും ഒരു പെണ്ണുമായി ബന്ധപ്പെട്ട് അവരുടെ ഊഴമല്ലാത്ത പകലിൽ അവരുമായി ബന്ധപ്പെടാൻ ഇട വന്നാൽ ആ ബന്ധപ്പെടലിൽ വരെ സഹഭാര്യമാർക്കിടയിൽ നബി തങ്ങൾ നീതി പാലിക്കുന്നതിന് വേണ്ടി അതേ ബന്ധത്തിന്റെ സുഖം, അതേ ലൈംഗിക സുഖം അതേ സമയത്തു തന്നെ മറ്റു ഭാര്യമാർക്ക് നൽകുക എന്ന സൂക്ഷ്മതയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ ഇതിൽ പാലിച്ചിരുന്നത്. ഇതിനാണ് ഹദീസിൽ ഇത് വന്നിട്ടുള്ളത്. അങ്ങനെ വന്ന ആ ഹദീസിൽ നബിയുടെ 9 ഭാര്യമാർ വഫാത്താകുമ്പോണ്ടല്ലോ, ആ 9 ഭാര്യമാരുടെ അടുത്തും അള്ളാഹുവിന്റെ റസൂല് പോയിട്ട് ബന്ധപ്പെട്ടുവെന്നും അവരുമായി സംഭോഗം നടത്തിയെന്നും ശുക്ല ശ്രമിച്ചിട്ടായിരിക്കാം തന്നെ കുളിച്ചു എന്നും മനസ്സിലാകുന്നുണ്ടല്ലോ. നീതി പാലിക്കണമെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ. ഓരോരുത്തരും നിർവഹിച്ചു, പിന്നെ മറ്റിടത്ത് നിർവഹിക്കുന്ന നീതി പാലിക്കാനാണെങ്കിൽ. അപ്പൊ നബിയുടെ തന്നെ ആ പറയുന്ന ഇടപാടിൽ ഇവരുടെ അത്ഭുതം വരൂലേ? അതൊരു മുഅ്ജിസത്താണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം എന്ന ഒരു നബിയെ കുറിച്ച് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. സ്വഹീഹുൽ ബുഖാരി തന്നെ. അതാവല് ബുഖാരിനെ തള്ളി പറയാൻ കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത ദഹിക്കാത്ത പലതും സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ പറയുന്നത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം ഞാൻ ഇന്ന് എന്റെ 100 വെള്ളാട്ടിമാരുമായി ബന്ധപ്പെട്ടിട്ട് അവർ 100 പേരും ദീനിൽ പടപൊരുതാൻ പറ്റുന്ന 100 യോദ്ധാക്കളെ പ്രസവിക്കും എന്നു ശപഥം ചെയ്തുകൊണ്ട് അദ്ദേഹം അതിലൊരുങ്ങി പുറപ്പെട്ടു. ഈ ഒരു രാത്രിയിൽ ഞാൻ ചുറ്റിയിട്ട് 100 വെള്ളാട്ടുമാരുമായി ബന്ധപ്പെട്ടിട്ട് അവരെല്ലാവരും നല്ല ഓസികളെ, നല്ല പടപൊരുതുന്ന യോദ്ധാക്കളെ പ്രസവിക്കും എന്നും പറഞ്ഞിട്ട് സുലൈമാൻ നബി അലൈഹിസ്സലാം വെള്ളാട്ടികളെ പ്രാപിക്കാൻ വേണ്ടി പോയി. 100 വെള്ളാട്ടിമാരുമായി അദ്ദേഹം സംഭോഗത്തിൽ ഏർപ്പെട്ടു, പ്രാപിക്കുകയും ചെയ്തു. ലൈംഗിക രതി സുഖം പൂർണ്ണമായി അനുഭവിക്കുന്നത് വരെ നിൽക്കും ചെയ്തു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരൊറ്റ കുട്ടി മാത്രമേ പ്രസവിച്ചുള്ളൂ, ഒരു വെള്ളാട്ടി മാത്രം. അതാണെങ്കിൽ ഒരു വേണ്ടാത്ത സാധനത്തിനുമായിരുന്നു. അതിന് കാരണം ഇൻഷാ അല്ലാഹ് എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞില്ല എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. അപ്പൊ ഇമാം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ഈ പ്രവൃത്തിയിൽ 100 പെണ്ണുങ്ങളെ 100 പ്രാവശ്യം ബഹുമാനപ്പെട്ടവർ പ്രാപിച്ചു എന്ന് ബുഖാരിയിലില്ലേ? നബിയല്ലേ പറഞ്ഞത്? അള്ളാന്റെ റസൂൽ പറഞ്ഞത് നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമല്ലേ? ബുഖാരിയിലെ ഹദീസ് സ്വഹീഹാണെങ്കിൽ ആ സ്വഹീഹ ഹദീസ് വിശ്വസിക്കൽ നമുക്ക് അനിവാര്യമല്ലേ? അപ്പൊ ഈ അനിവാര്യമായ ഹദീസിൽ പറയുന്നത് അത്ഭുതം കൊണ്ട് ഇവർ തള്ളിക്കളയുമെങ്കിൽ അതിന്റെ പൗതിയില്ലല്ലോ അത്ഭുതം, അവർക്ക് തള്ളിക്കളഞ്ഞോട്ടെ. അപ്പൊ എന്താണ് ഈ 40 വട്ടം ജനാബത്തുണ്ടായാൽ കുളിച്ചു എന്ന് പറഞ്ഞിരിക്കുന്ന തിരിയാത്തത്? പിന്നെ സൂക്ഷ്മതയുടെ കാര്യം, ഒരു ജനാബത്തുണ്ടായാൽ ഉടനെ തന്നെ കുളിക്കുന്നതാണ് ഏറ്റവും നല്ല മര്യാദ എന്ന് 40 ജനാബത്തിന് അവസാനം കുളിച്ചാൽ മതി എന്ന് പഠിപ്പിച്ച ഫിഖ്ഹിന്റെ കിതാബ് തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഫിഖ്ഹിന്നേ കിട്ടുള്ളൂ. 40 പ്രാവശ്യം ഒരാൾക്ക് ജനാബത്തുണ്ടായാൽ അവസാനം ഒരു കുളി മതി എന്ന് പഠിക്കുന്നത് എവിടെയാ? ഫിഖ്ഹില്. ഹദീസിൽ അതില്ല. അപ്പൊ ഫിഖ്ഹിൽ നിന്ന് പഠിപ്പിക്കപ്പെട്ട അതേ ഫിഖ്ഹിൽ തന്നെ ഓരോ ജനാബത്തിനും പ്രത്യേകം പ്രത്യേകം വേറിട്ട് കുളിക്കുന്നതാണ് സൂക്ഷ്മതയെന്നും അങ്ങനെ ചെയ്താൽ അശുദ്ധമായി കൊണ്ടുവരൂല എന്നും തിരിഞ്ഞല്ലോ.
അതാണ് നബി പാലിച്ചത്. നബിയോട് 9 ഭാര്യമാരെ പ്രാപിച്ചപ്പോൾ ഓരോന്നിനും പ്രത്യേകം കുളിച്ചു കൊണ്ടുവന്നു എന്ന്. കുളിച്ചതല്ലേ നബിന്റെ ഇടപാടായിട്ട് സ്വഹാബികൾ കണ്ടു മനസ്സിലാക്കുള്ളൂ. അപ്പൊ അതേ മുഹ്യിദ്ദീൻ മാലിയിലുള്ളൂ. 100 ആളുകളെ പ്രാപിക്കുമെന്ന് സുലൈമാൻ നബി പറഞ്ഞതും സുലൈമാൻ നബി പോയതും നടത്തിയതും പുന്നാര നബിതങ്ങൾ പറയുന്നത് സുലൈമാൻ നബിനെ അപമാനിക്കലാണോ എങ്കിൽ മുഹ്യിദ്ദീൻ മാലി പറഞ്ഞതും അപമാനിക്കലാണ് എന്ന് പറയുന്നതിന് ന്യായമുണ്ട്. പക്ഷെ ഞങ്ങളത് മനസ്സിലാക്കുന്നില്ല. മഹാന്മാരുടെ കഴിവും ആരോഗ്യശേഷിയൊന്നും അവർക്ക് തിരിയില്ലായിരുന്നു. സംഭോഗത്തിൽ 40 മനുഷ്യന്മാരുടെ കഴിവ് മുത്തുനബിക്ക് നൽകപ്പെട്ടിരുന്നു എന്ന് ഞങ്ങൾ സ്വഹാബികൾ പറയാറുണ്ട് എന്ന് അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. ചിലർക്കൊക്കെ അങ്ങനെ ഉണ്ടാകും. അതിൽപ്പെട്ടതാണ് കറാമത്തുള്ളവരും മുഅ്ജിസത്തുള്ള അംബിയാവും ഔലിയാവും. മനസ്സിലായില്ലേ? ഉസ്താദ് പറഞ്ഞ കാര്യത്തിൽ ഒറ്റ വാക്കില് ഒരു കാര്യത്തിൽ ഭയങ്കര സംശയമല്ല, വിരോധം തന്നെ പറയാം. അതെന്ത് പറഞ്ഞെങ്കിൽ ഖുതുബിയത്തിൽ ഞങ്ങൾ മുഹൈദ്ദീൻ ഷേഖിനെ വിളിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വിരോധമുള്ള കാര്യമാണ്. അത് ഒരു പ്രാവശ്യം നിങ്ങൾ പറഞ്ഞ പോലെ സമർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ മുഹൈദ്ദീൻ ഷേഖ് നമുക്കെല്ലാവർക്കും അറിയാം, മറിച്ചുപോയ ആളായിരുന്നു, എല്ലാവർക്കും അറിയാം. ഈ ലോകത്തിൽ ഒരു പ്രാവശ്യം മുഹൈദ്ദീൻ ഷേഖ് വരാനില്ല. നമുക്ക് എല്ലാവർക്കും കണ്ടുമുട്ടാനുള്ള സാധ്യത ആഖിറത്തിലാണ്. അപ്പം മുഹൈദ്ദീൻ ഷേഖിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വിളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പൊ ഞാൻ പറയുന്ന ഒരു വാക്ക്, ഞാൻ ഇത് ഞങ്ങളുടെ പള്ളിയിൽ ഒരു വാദമായിട്ട് കഴിഞ്ഞ കാര്യമാണ്, അതേ വാക്ക് ഞാൻ ഉദ്ധരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ മുഹൈദ്ദീൻ ഷേഖിനെ വിളിക്കാൻ സമർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് ഞങ്ങൾക്കും ഒരു ഇഷ്ടമാണ്. ഈസാ അലൈഹിസ്സലാം മറിച്ചു പോയിട്ടില്ല എന്നിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നതിന് അതിന് ആർക്കും വിരോധമില്ല. എല്ലാ മതക്കാരും ഈസാ അലൈഹിസ്സലാം ഹയാത്താണ് എന്നിട്ടുള്ള കാര്യം എല്ലാവർക്കും അറിയുന്നുണ്ട്. ഈസാ അലൈഹിസ്സലാം തിരിച്ചു വരുന്നുണ്ട് എന്നിട്ടുള്ള കാര്യം എല്ലാവർക്കും അതിൽ സംശയമില്ല. ആ റീസണില് മുഹൈദ്ദീൻ ഷേഖിനെ വിളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഇതേ പ്രോഗ്രാമില് ഞങ്ങൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് 1000 പ്രാവശ്യം ഈസാ അലൈഹിസ്സലാമിനെ വിളിച്ചു കൊണ്ടിട്ട് ഒരു പുതിയ, എങ്ങനെ നിങ്ങൾ പറഞ്ഞ രാത്രി ഒന്നും പുതിയ തുടങ്ങാൻ കഴിയും, അതുപോലെ തന്നെ ഈസാ അലൈഹിസ്സലാം വിളിച്ചുകൊണ്ട് നമുക്ക് 1000 പ്രാവശ്യം ഒരു പുതിയ രീതിയിലുള്ളത് നമുക്ക് തുടങ്ങാൻ കഴിയില്ലേ എന്ന് പറഞ്ഞെങ്കിൽ, എന്റെ വൈഫ് ഒരു ക്രിസ്ത്യനാണ്, ഇസ്ലാം സ്വീകരിച്ചു അൽഹംദുലില്ലാ. എന്നിട്ട് എല്ലാ കാര്യം വിട്ടു. ഈസാ അലൈഹി സ്വലാമിനെ എന്ന് പറയുന്നില്ല, ഈസാ അലൈഹി സ്വലാമിന് ബുദ്ധിനെ വിഗ്രഹത്തിനെ ചെയ്യുന്നില്ല. പക്ഷെ ഈസാ അലൈഹി സ്വലാം ഞങ്ങളെ ഏറ്റവും ഇഷ്ടമുള്ള ആള് എന്ന രീതിയിൽ എങ്ങനെ മുഹൈദ്ദീൻ ഷേഖിനെ നിങ്ങൾ വിളിക്കുന്നുണ്ടോ അങ്ങനെ വിളിക്കാൻ പാടില്ലേ, ഞങ്ങൾക്ക് അങ്ങനെ കുതിപ്പ് ഉണ്ടാക്കാൻ പാടില്ലേ എന്നിട്ട് ഞാൻ ഞങ്ങളെ ഉസ്താദിനോട് പള്ളിയോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അത് കൈ എന്നിട്ടാണ് മറുപടി കിട്ടിയത്. അപ്പൊ ഉസ്താദ് എന്ത് പറയുന്നുണ്ട്, അത് വിളിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലേ, പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനത്തെ ഒന്ന് തുടങ്ങാമല്ലോ, അതിന് ഉസ്താദ് നേതൃത്വം കൊടുക്കുവോ എന്നിട്ടുള്ള ചോദ്യം. അത് ആവുന്നില്ലെങ്കിൽ പിന്നെ എന്റെ രണ്ടാമത്തെ ചോദ്യമുണ്ട്. അത് ആവുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ പ്രശ്നം, നിങ്ങൾ ദലീൽ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും നമുക്ക് സമ്മതിക്കാം, പ്രശ്നമൊന്നുമില്ല. ആവുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒന്ന് തുടങ്ങണം. പറഞ്ഞ ആവൂന്ന് പറയാൻ മതില്ല, തുടങ്ങണം, നമുക്ക് അതിൽ പങ്കെടുക്കണം ഇൻഷാ അല്ലാഹ്. നിങ്ങളെ ചോദ്യം കഴിഞ്ഞെങ്കിൽ എനിക്ക് മറുപടി തുടങ്ങാനാണ്. ആണോ? നിങ്ങൾ ഇതുവരെ സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാകുന്ന ഒറ്റ ആശയം അതിനെയാണോ എന്നറിയാൻ വേണ്ടിയ ഭാഷ നമ്മൾ തമ്മിൽ വളരെ മാറ്റമുണ്ടല്ലോ, അതുകൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളെ 1000 വട്ടം വിളിക്കുമ്പോൾ അദ്ദേഹം മരണപ്പെട്ട ആളാണല്ലോ. ഈസാ നബി അലൈഹിസ്സലാം മരണപ്പെട്ടിട്ടില്ലല്ലോ, ജീവിച്ചിരിക്കുന്നവരാണല്ലോ. അതുകൊണ്ട് മുഹയ്യിദ്ദീൻ ഷേഖ് തങ്ങളെ 1000 വട്ടം വിളിക്കുന്നതിലപ്പുറം ഈസാ നബിനെ വിളിക്കല്ലേ നല്ലത് എന്നല്ലേ? നല്ലതല്ല അങ്ങനെ മുഹയ്യിദ്ദീൻ ഷേഖിനെ വിളിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ജായിസ് ആണെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെയാണ് ഈസാ അലൈഹിസ്സലാമിനെ പോലും ഒന്നിച്ചിട്ട് വിളിക്കുന്നത് ജായിസ് അല്ലേ? അത് നമുക്ക് ചെയ്യാൻ പാടില്ലേ? അത് ജായിസ് എന്ന് പറഞ്ഞാൽ മതിയാവില്ല, നമുക്കത് തുടങ്ങണം. നേതൃത്വം നിങ്ങൾ തന്നെ കൊടുക്കണം. നമ്മളെല്ലാവരും അതിന് ആദ്യം ഞാനുണ്ടോ? അത് നിങ്ങളുടെ ഒരു ഓഫറും നിങ്ങൾ പറഞ്ഞൊരു നിർദ്ദേശമാണ്. അങ്ങനെ എല്ലാവരും ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ വിവരം അറിയേണ്ടത് ഇപ്പോ ജായിസ് ആണോ അല്ലേ എന്നുള്ളതല്ലേ. ആദ്യം നിങ്ങൾക്കൊരു ലേശം മനസ്സിലാക്കണം. നമ്മള് 1000 വട്ടം എല്ലാ മരിച്ചവരെയും വിളിക്കാം, ആരെയും വിളിക്കാം.
മരണപ്പെട്ടു പോയ ആളുകളെ ആരെയും വിളിക്കാം, ഇതുകൊണ്ടൊന്നും ശിർക്ക് വരൂല എന്ന് പറയുന്നത് ഒരു മതപരമായ കാര്യമാണ്. ജായിസാണ് എന്ന് പറയുന്നതും മതപരമായ ഒരു വിധിയാണ്. ഈ മതപരമായി വരുന്ന വിധിയിൽ വരുന്നതൊക്കെയും മനുഷ്യന്മാര് ഉപയോഗിച്ചോളണമെന്നില്ല, നടത്തിക്കൊള്ളണമെന്നില്ല. അതിന് ചില അസുലും അടിസ്ഥാനം ഉണ്ടാവും. മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവർകളെ വിളിക്കുന്നത് 1000 വട്ടം എന്നെ വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും എന്ന് തന്റെ മുരീദുമാരോടും അദ്ദേഹത്തിന്റെ ത്വരീഖത്തിലുള്ള ആളുകളോടും അദ്ദേഹം പറഞ്ഞ വാചകവും ഉപദേശവുമാണ്. ഈ ഉപദേശപ്രകാരം അദ്ദേഹത്തിന്റെ മാർഗത്തിലുള്ള, അദ്ദേഹത്തെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മശായിഖുമാരെ, ത്വരീഖത്തിലുള്ള മശായിഖുമാരെ കൈപിടിച്ച് ബൈഅത്ത് ചെയ്യുന്നവർ അദ്ദേഹത്തിന്റെ വസിയ്യത്ത് നടപ്പാക്കുക, ഉപദേശം നടപ്പാക്കുക എന്ന രീതിയിലാണ് ഈ 1000 വട്ടം വിളിക്കൽ കുതുബിയത്തിൽ വരുന്നത്. അതിലുണ്ടയിലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, من أجل دعوته فليدعو يا عبد القادر محي الدين. 1000 വട്ടം എന്നെ വിളിക്കട്ടെ. അങ്ങനെ വിളിക്കുന്നവർ അവർ ചെയ്യേണ്ട ഇടപാട് അതിൽ പറഞ്ഞു, അസ്മം ബിഹിമ്മത്തിഹി, നല്ലോൺ ദൃഢനിശ്ചയത്തോടുകൂടെ ഞാനത് കേൾക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അവന്റെ എല്ലാ പൊട്ടത്തരങ്ങളും അശ്രദ്ധങ്ങളും മുറിച്ചുകൊണ്ട് നല്ല ശ്രദ്ധയോടുകൂടെ തന്നെ അവൻ എന്നെ കുറിച്ച് നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടെ വിളിച്ചാൽ അജബുത്തുഹു മുസിരിഅൻ, ഞാൻ അങ്ങനെ തന്നെ അവൻ ഉത്തരം നൽകും എന്ന് ശൈഖ് തങ്ങൾ അവർ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് തന്റെ മുരീദുമാരോട്. അത് ആർക്കും ഉണ്ടാകും, പലർക്കും ഒരു വസിയ്യത്ത്. അതിന്റെ ഒരു രീതി പറയാം. മഹാനായ സുനാബിഹി എന്നവര് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർ വഫാത്താകാൻ നേരത്ത് ചെന്നു. എപ്പോഴും ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് എന്നവരുടെ കൂടെ തന്നെ നിൽക്കുന്നവരിൽപ്പെട്ടവരാണ് സുനാബിഹി. അപ്പൊ അദ്ദേഹം അവസാനത്തെ ആ രൂപം കണ്ടപ്പോ, വളരെ പ്രയാസം കണ്ടപ്പോൾ കരഞ്ഞുപോയി സുനാബിഹി. അപ്പൊ അദ്ദേഹത്തോട് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് എന്നവർ പറഞ്ഞു, എന്തിന് നിങ്ങൾ കരയണം, എന്തിന് നിങ്ങൾ വിഷമിക്കണം? എനിക്ക് ആർക്കെങ്കിലും ശുപാർശ ചെയ്യാൻ പറ്റുന്ന വല്ല അധികാരവും എനിക്ക് ആഖിറത്തിൽ കിട്ടിയാൽ ഞാൻ ശുപാർശ ചെയ്യും. നിന്നെ ഞാൻ രക്ഷപ്പെടുത്തും, നിങ്ങളെ ഞാൻ കൊണ്ടുപോകും, നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും, നിങ്ങളൊരു വിഷമവും വിഷമിക്കണ്ട. ആരെയെങ്കിലും സഹായിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞപ്പോ സുനാബിഹയുടെ വിഷമം തീർക്കുകയും പ്രയാസം തീർക്കുകയും ചെയ്യുന്ന ഒരു വാക്ക് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് എന്ന സ്വഹാബി പറഞ്ഞത് സ്വഹീഹ് മുസ്ലിമിന്റെ തുടക്കത്തിൽ കാണാം. സ്വഹീഹ് മുസ്ലിമിൽ തുടക്കത്തിൽ തന്നെ കാണാം. ഇത് ഏത് ശിഷ്യന്മാർക്കും അവരുടെ ശൈഖുമാരും ആളുകൾ പോകുമ്പോൾ അവരുടെ സഹായം കിട്ടിക്കൊണ്ടിരുന്നതും അവർ കാര്യങ്ങൾ നിറവറിയാക്കി കൊടുത്തുകൊണ്ടിരുന്നതും പെട്ടെന്ന് നഷ്ടപ്പെടുമോ എന്ന ഒരു ഭീതി ശിഷ്യന്മാർക്ക് സ്വാഭാവികമാണ്. ആ സ്വാഭാവികമായ ഭീതി ശൈഖ് തങ്ങൾ അവറുകളുമായി ബന്ധപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ അദ്ദേഹം പറയാണ്, നിങ്ങൾ ഞാൻ വഫാത്താകുന്നതുകൊണ്ട് പേടിക്കണ്ട, ഞാൻ ബഗ്ദാദിൽ കടക്കുമ്പോൾ തന്നെ നിങ്ങൾ എന്നെ 1000 വട്ടം വിളിച്ചാൽ ഞാൻ ഉത്തരം നൽകും എന്ന് അദ്ദേഹം നൽകുന്നത് അദ്ദേഹം അല്ലാഹു തആലയിൽ നിന്ന് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് തനിക്ക് ലഭിക്കുന്ന കറാമത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു വസിയ്യത്ത് നടത്തുകയാണ്. ഷഫാഅത്ത് കിട്ടിയാൽ ഞാൻ ചെയ്യുമെന്ന് ഉബാദത്ത് ഇബ്നു സ്വാമിത്ത് എന്ന സ്വഹാബി വരൻ പറഞ്ഞതുപോലെ മഹാനായ ശൈഖ് തങ്ങൾ വസിയ്യത്ത് ചെയ്യുകയാണ്, നിങ്ങൾ വിളിച്ചോളി ഞാൻ സഹായിക്കും എന്ന്. ആ വസിയ്യത്തിനെ കണക്കാക്കിയാണ് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളവരുടെ ശിഷ്യന്മാരും ത്വരീഖത്തിലുള്ളവരും വിളിക്കുന്നത്. ഇതുപോലെ ഈസാ അലൈഹിസ്സലാം ജീവിച്ചിരിക്കുകയാണ് എന്ന് കരുതിയിട്ടും അദ്ദേഹം വസിയ്യത്ത് ചെയ്തിട്ടില്ല. വസിയ്യത്ത് ചെയ്തിരുന്നെങ്കിൽ ഈസാ അലൈഹിസ്സലാമിൽ പ്രത്യേകം സ്നേഹം തോന്നുന്ന, ഇഷ്ടം തോന്നുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ വസിയ്യത്ത് നടപ്പാക്കുക എന്ന നിലക്ക് വിളിക്കുമായിരുന്നേനെ. ഇതൊന്നുമില്ലെങ്കിൽ തന്നെ ഈസാ നബി അലൈഹിസ്സലാം ആകാശലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ വിളിക്കാൻ പറഞ്ഞത്. ജീവിച്ചുകൊണ്ടിരിക്കുന്നവർ മരിച്ചുകൊണ്ടിരിക്കുന്നവർ എന്നതിൽ ഈ വിളിയിൽ തർക്കമില്ല. കാരണം വഫാത്തായ നബിനെയാണ് വിളിക്കാൻ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു തങ്ങൾ അവർക്ക് ഇബ്നു അബ്ബാസ് വസിയ്യത്ത് ചെയ്യുന്നത്, ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. അബ്ദുല്ലാഹിബ്നു ഉമർ എന്നവരുടെ കാല് കോച്ചിയ സമയത്ത് അദ്ദേഹത്തിന് വല്ലാത്ത വേദന അനുഭവപ്പെട്ടപ്പോ ഇബ്നു അബ്ബാസ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള മുത്തുനബിനെ പറയുക എന്ന്. അപ്പൊ അദ്ദേഹം യാ മുഹമ്മദ് എന്ന് പറഞ്ഞു. മുഹമ്മദ് നബിന്റെ വഫാത്തിന്റെ ശേഷമാണിത്. അപ്പൊ വഫാത്തായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ മുഹമ്മദ് എന്ന്, യാ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് നമ്മൾ വിളിക്കുന്നത് പോലെ കാലുകോച്ചിയാൽ വിളിക്കുന്ന സ്വഭാവം സ്വഹാബികളിലുണ്ട്.
ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബിയാണ് ഇബ്നു ഉമർ ഇത് പഠിപ്പിച്ചു കൊടുത്തത്. ഇബ്നു ഉമർ അങ്ങനെ വിളിച്ചു എന്നിട്ട് ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇമാം ബുഖാരി തന്റെ അദബുൽ മുഫ്രദിൽ അതിന് തലക്കെട്ട് കൊടുക്കുന്നത് ബാബുമായ ഒരു മനുഷ്യൻ അവന്റെ കാല് കോച്ചൽ പോലത്തെ അപകടങ്ങൾ വരുമ്പോ പെട്ടെന്ന് പറയേണ്ട ദിക്ർ എന്താകുന്നു, അത് റസൂലുള്ളാഹിനെ വിളിക്കലോ ഇഷ്ടപ്പെട്ടവരെ വിളിക്കലോ ആകുന്നു എന്നാണ് ഇമാം ബുഖാരി തെളിയിക്കുന്നത്. ഇമാം നവവി തന്റെ അദ്കാറിൽ ഇതിന് ബാബിട്ടിരിക്കുന്നതും ബാബുമായ ഒരാൾ തന്റെ കാല് കോച്ചുക പോലത്തെ ക്ഷണികമായ നൈമിഷികമായ അപകടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വിളിക്കാൻ എന്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവവി അധ്യായം ഇട്ടുകൊണ്ടാണ് ഈ ഹദീസ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇഷ്ടപ്പെട്ടവരെ വിളിക്കുക എന്നത് അപകടസന്ധികളിൽ സ്വഹാബികളുടെ പതിവാണ്. അപ്പതിവ് നിങ്ങൾ എന്നെ വിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ശൈഖാണെന്ന ജീവിതകാലത്തെ അനുഭവം പോലെ മരണശേഷവും അതനുഭവിക്കാം എന്ന് ശൈഖ് തങ്ങൾ വസിയത്ത് ചെയ്ത അനുസരിച്ചാണ് ശൈഖ് തങ്ങളുടെ ഉഷ്ടക്കാരും പിരിശക്കാരും ഇത് വിളിക്കുന്നത്. അതുകൊണ്ട് ആ നടത്തി വരുന്നത് നമ്മൾ നടത്തുന്നുവെന്നേയുള്ളൂ. ജായിസായതൊക്കെയും ചെയ്യാനല്ല. ബഹുമാനപ്പെട്ട ഈസാ നബി അങ്ങനെ വസിയത്ത് ചെയ്തിട്ടില്ല. നീ ചെയ്തില്ലെങ്കിൽ തന്നെ ഈസാ നബിയെ ഒരാൾ ഇരുന്നിട്ട് യാ ഈസാ അലൈഹിസ്സലാം യാ ഈസാ അലൈഹിസ്സലാം യാ ഈസാ അലൈഹിസ്സലാം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ജായിസാണ്. ജായിസ് ആയതുകൊണ്ടൊക്കെ നമ്മൾ യോഗം കൂടിയിട്ട് നടപ്പാക്കണമെന്നില്ല. ജായിസായ സംഗതികളൊക്കെ എല്ലാവരും കൂടി നടപ്പാക്കണമെന്ന് പറഞ്ഞാൽ പറ്റില്ല. നടപ്പാക്കിയാൽ കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ ജായിസായ സംഗതി എന്തെങ്കിലും ഒന്ന് വെല്ലുവിളിയുടെ സ്വരത്തിൽ നടപ്പാക്കുമെന്ന് ചോദിക്കുമ്പോഴേക്ക് നടപ്പാക്കാൻ പറ്റുന്ന തരത്തിലൊന്നും ഞങ്ങളാരും എത്തിയിട്ടില്ല. കാരണം ഞങ്ങൾക്ക് ഒരുപാട് പലതും പതിവാക്കി ചൊല്ലി തന്നു തന്നെ ഉണ്ട്. പല തലമുറ തെന്ന് വരുന്നത് തന്നെ ഉണ്ടല്ലോ. അത് കൊണ്ടിടക്കുന്നത് പറ്റുമോ പറ്റൂലേ എന്നാ ഇപ്പൊ ചർച്ച. ആ ചർച്ചക്കിടയിൽ ഇനിയും പുതിയത് ഉണ്ടാക്കൂടെ എന്നാ പറയണെങ്കിൽ ഉണ്ടാക്കാൻ താങ്കൾക്ക് ചെലവ് കൊടുത്ത് കിട്ടുന്നവരെ വിളിച്ചിട്ട് വിളിച്ചോളൂ, കുഴപ്പമില്ല, അത് ജായിസാകുന്നു എന്ന് തന്നെയാണ് ഇസ്ലാമിന്റെ നിയമം. കുഴപ്പമില്ല. അത് ജീവിച്ചിരിക്കുന്നത് കൊണ്ടല്ല, വഫാത്തായ അമ്പിയാക്കന്മാരെയും അങ്ങനെ വിളിക്കാം. ജീവിച്ചിരിക്കുന്ന ഈസാ നബി മാത്രമല്ല, വഫാത്തായ അമ്പിയാക്കന്മാരെയും അങ്ങനെ വിളിക്കാം. ആരും വിളിക്കാം. അതുകൊണ്ട് ശിർക്കും വരൂല, ഈമാനും പോകൂല. അതാ ജായിസാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് മതനിയമം. നിങ്ങൾ അത്ര ഉറപ്പിച്ച് പറയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞ കാര്യം അങ്ങോട്ട് നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറില്ല. ഞാൻ ഒന്നൊരു കാര്യം കൂടി പറയാം. അത് നിങ്ങൾ സത്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്നത് തൽബീസുനൽ ഹഖ ബിൽ ബാത്തിൽ വ തഖ്തുമുനൽ ഹഖ എന്നിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ മിക്സിംഗ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പറയുന്നത് സത്യമല്ല, അത് അങ്ങനെ വിളിക്കാൻ പാടില്ല. എന്നിട്ട് ഞാനും എന്റെ ഭാര്യയും കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഞാൻ സത്യം ചെയ്യിപ്പിക്കും. കളവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ലഅനത്ത് എന്റെ മേൽ ഉണ്ടാവട്ടെ എന്നിട്ടുള്ള എന്താ പറയാ ഇത് അള്ളാഹുവിന്റെ ലഅനത്ത് എന്റെ മേൽ ഉണ്ടാവട്ടെ എന്നിട്ടുള്ള കരാറ് ഞാൻ ചെയ്യും. നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യാൻ, നിങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള നേതാക്കന്മാർ ആരെങ്കിലും ഈ നിങ്ങൾ പറയുന്നത് സത്യമാണ്, അങ്ങനെ വിളിക്കാൻ പെട്ടു സഹായത്തിന് വേണ്ടിയിട്ട്, നമുക്കൊന്നും പ്രശ്നമില്ല, നമ്മൾ ഹാജാത്ത് പൂർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് വിളിക്കാം. എന്നിട്ട് നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളും നിങ്ങളെ ഭാര്യയും കുട്ടികളായിട്ട് വന്നിട്ട് നമുക്ക് ഏറ്റുമുട്ടെന്നല്ല, നമുക്ക് സത്യം ചെയ്യാൻ പെട്ടുവോ എന്നിട്ടുള്ള ചോദ്യം. ഇത് ചെയ്യാൻ കാരണം ഖുർആൻ പറയുന്നുണ്ട്. കൊടുത്ത വിട്ടളി ശല്യം ചെയ്യില്ല. നിങ്ങൾ കഴിയോളം പറഞ്ഞോ, വിഷമല്ല. നിങ്ങൾ പഴയോളം കഴിഞ്ഞ സമയം പാഴാക്കരുത്. പറഞ്ഞു തന്നെ പറഞ്ഞ കാര്യം പറഞ്ഞിട്ട് അപ്പൊ മനസ്സിലാക്കാം. ഖുർആൻ പറയുന്നു ഫമൻ ഹാജക ബിഹി മിൻ ബാദി മാ ജാഖലിൽ ഫഖുൽ തആലൂ നദു അബ്നാന വഅബ്നാകും വനിസാന വനിസാകും വഅൻഫുസന വഅൻഫുസകും സുമ്മ നബ്തഹിൽ വനജഅൽ ലഅനത്തുല്ലാഹി അലൽ കാസിബിൻ. ഞങ്ങൾക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ. കാരണം ഈ വാദം അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആയി. അതല്ല കാര്യം സത്യം മനസ്സിലാക്കുക. ഞങ്ങൾക്ക് ഒരിക്കലും റാത്തിബോ അതിതായിട്ട് ഒരു പ്രശ്നമില്ല. ഈ ഒരു കാര്യം മാത്രമാണ്. അത് നിങ്ങൾ സത്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ മുമ്പ് വെച്ചിട്ട് നമുക്ക് സത്യം ചെയ്യാം. അതിന് നിങ്ങൾ തയ്യാറാണോ? തയ്യാറ്. ഇൻഷാ അല്ലാഹ് നമ്മൾ രണ്ടാൾ നടുവിൽ മാത്രം ഉണ്ടാവട്ടെ. ആളുകൾക്ക് മനസ്സിലാവും. ഇൻഷാ അല്ലാഹ് ഇന്നില്ലെങ്കിൽ നാളെ മനസ്സിലാവും, അതില്ലെങ്കിൽ ഒരു ദിവസത്തിൽ മനസ്സിലാവും. അള്ളാഹു വാദ ചെയ്തതാണ്. അള്ളാഹു എപ്പോഴും തിരിച്ച് വാദത്തിന് ഇന്നല്ലാഹു ലാ യുഖ്ലിഫുൽ മിആദ് ഇന്നല്ലാഹു ലാ യുഖ്ലിഫുൽ മിആദ്. അപ്പൊ അതുകൊണ്ട് ഇതിന് നിങ്ങൾ തയ്യാറാണോ എന്നിട്ടുള്ളത് എന്നെ അങ്ങോട്ട് ചോദിക്കും. ഞങ്ങൾക്ക് ഒരിക്കലും നിങ്ങളോട് വെറുപ്പില്ല. ഞങ്ങൾ വ്യവസ്ഥകളോട് എല്ലാവരോടും ബഹുമാനം. ഈ കാര്യം മാത്രമാണ് ഉള്ളത്. ഇതിന് നിങ്ങൾക്ക് മുമ്പ് വരാൻ പറ്റുമോ? കഴിഞ്ഞതാ? നിങ്ങൾ വല്ലാത്തൊരു തെറ്റിദ്ധാരണയിൽ അകപ്പെട്ട നല്ല സത്യാന്വേഷണം തോന്നുന്നു. കാരണം നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് അല്ലല്ലാത്തവരെ എങ്ങനെങ്കിലും വിളിച്ചാൽ അപ്പത് ശിർക്ക് തന്നെയാകുന്നു, തെറ്റാകുന്നു എന്ന് പറഞ്ഞ് ധരിപ്പിച്ചിട്ട് അത് ഉറച്ചു പോയ ഒരാളാണ്.
അതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഏതെങ്കിലും നിലക്ക് നമ്മളൊരു മുബാഹല നടത്തിയാൽ ആ മുബാഹല കൊണ്ട് സത്യമാണ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നു വരുന്നത്. യഥാർത്ഥത്തിൽ സത്യം ബോധപ്പെടാനുള്ള ഒരു മാനദണ്ഡമാക്കി മുബാഹലയെ ഖുർആൻ അവതരിപ്പിച്ചിട്ടില്ല. അത് അഹ്ലി കിതാബ് എന്ന് പറയുന്ന കൂട്ടരോട് മാത്രമേ ഉള്ളൂ. അഹ്ലി കിതാബ് എന്ന കൂട്ടരോട് മാത്രം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ഒരു പ്രത്യേക ഇടപാടാണ് മുബാഹല. അത് വഹാബികളും പറയുന്നില്ല, ആരും പറയുന്നില്ല. ഇന്നത്തെ ക്രിസ്ത്യാനികൾ ഇപ്പൊ മുബാഹലക്ക് ക്ഷണിച്ചാല് നമ്മൾ ചെയ്യണമെന്നില്ല. മുബാഹല എന്ന ഒരു ഇടപാട് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അത് നടക്കാൻ വേണ്ടി നെജ്റാനിലെ ക്രിസ്ത്യാനികളോട് വന്നപ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്. എല്ലാരോടും പറയാനുള്ളതാണ്. വഹാബികളുടെ ഏതെങ്കിലും ഒരു ഗ്രന്ഥത്തിൽ നിന്നോ അല്ലെങ്കിൽ വഹാബികൾ പഠിപ്പിക്കുന്ന ഏതെങ്കിലും പ്രസംഗത്തിൽ നിന്നോ ഈ മുബാഹല സത്യം അറിയാനുള്ള ഒരു മാനദണ്ഡമാണെന്ന് വരികിൽ നിങ്ങൾ മാത്രമാകേണ്ട, കേരളത്തിലെയും കർണാടകയിലെയും വഹാബി തലത്തൊട്ടപ്പന്മാർ മുഴുവൻ കൂടി തീരുമാനിക്കുന്ന പക്ഷം ഞങ്ങൾ സുന്നികളുടെ എല്ലാ പാർട്ടികളും കൂടിയിട്ട് അങ്ങനെ ഒരു മുബാഹല നടത്താനും ഈ പറയുന്ന വിളിക്കൽ ശരിയാകുന്നു, ഇസ്ലാമികമാകുന്നു, ശിർക്കല്ല, അത് ന്യായമുള്ളതാണ്, പ്രമാണബദ്ധമാണ് എന്നും അത് അവിശ്വാസമാണ്, ശിർക്കാണ് എന്ന് പറയുന്നതിക്ക് റഹ്മത്തുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാനും അതുകൊണ്ട് നിങ്ങൾ ബാത്തിലിൽ നിന്ന് മടങ്ങിപ്പോകുമെങ്കിൽ അത് ബാത്തിലാണെന്ന് നിങ്ങൾക്ക് തെളിയുമെന്ന് നിങ്ങൾ വഹാബികളുടെ നേതാക്കൾ പറയുകയാണെങ്കിൽ ഞങ്ങൾ സുന്നികൾ എല്ലാവരും അതിന് തയ്യാറാണ്. ഞങ്ങളുടെ എല്ലാ കൂട്ടരും അതിന് തയ്യാറാണ്. ഒരാൾ മാത്രമല്ല. ഞാനും നിങ്ങളും സ്വകാര്യമായിട്ടുള്ള ഇടപാടാണ്. ഞാൻ പറയുന്നത് കേൾക്കോളം നിങ്ങൾ നിൽക്കണം. നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്നല്ല അവസാനം വരെ. ലേശം ക്ഷമിക്കണം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒറ്റക്ക് വ്യക്തിപരമായിട്ട് ഞാൻ ഒരാൾ പറയുന്നതിലോ നിങ്ങൾക്ക് ലാനത്ത് കൊണ്ട് ദുആ ചെയ്താലോ വിശ്വാസമാണ് എന്നാണെങ്കിൽ ഞാൻ അങ്ങനെ തയ്യാറാണ്. അതിനൊരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പക്ഷേ അതൊരു ആചാരമാക്കി വരരുത്. അങ്ങനെ ഒരു ആചാരം ശറയിൽ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. അതിനൊരു സദസ്സൊന്നും വേണ്ട. സദസ്സല്ലാത്തിടത്ത് മതി. ഞാനും നിങ്ങളും മാത്രം വരുന്ന, ഞങ്ങളെ കുടുംബങ്ങളുമാണെങ്കിൽ നമ്മളെ കുടുംബങ്ങളെ തമ്മിൽ കാണാതെ, കുടുംബങ്ങളൊന്നും കാണാൻ പറ്റില്ല, പെണ്ണുങ്ങളൊന്നും കാണാൻ പറ്റില്ല, അങ്ങനെ ഒന്നുമില്ല ഇടപാടിനെ ഞങ്ങൾ ശീലിച്ചത്. ആ രീതിയിൽ പോരുന്ന രീതിയിലാണെങ്കിൽ നിങ്ങളുടെ കുടുംബങ്ങളും നിങ്ങളും ഒരു സ്ഥലത്തും എന്റെ കുടുംബം ഞാനും ഒരു സ്ഥലത്തും നിന്നിട്ട് നിങ്ങൾക്ക് ഈ വിഷയം പറഞ്ഞു ധരിപ്പിച്ചാൽ നിങ്ങൾ വഹാബുകൾ ഉണ്ടാക്കി തീർത്ത തെൽബീസ്, സത്യം തിരിഞ്ഞുകൊണ്ട് നിങ്ങൾ എന്തിനാകുന്നു ഈ കള്ളത്തരം കാണിക്കുന്നത്, ഹക്കും ബാത്തലും കൂട്ടിക്കുഴക്കുന്നത് എന്ന് പറഞ്ഞത് ഇന്ന് വഹാബികളോടാണ് ഫിറ്റാവുക. അഹ്ലി കിതാബുകളോട് പണ്ട് ചോദിച്ചത്. ആ പണി ചെയ്യുന്നതായ വഹാബികളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കുണ്ടാക്കി തീർക്ക തെറ്റിദ്ധാരണ പോകാൻ ഒരു മുസ്ലിമായ സഹോദരൻ എന്ന നിലക്ക്, ഉറച്ച് അത് വിശ്വസിച്ചു പോയ ഒരു പാവം മനുഷ്യൻ എന്ന നിലക്ക് നിങ്ങളുടെ തെറ്റിദ്ധാരണ നീങ്ങാൻ അത് സഹായകമാകുമെങ്കിൽ ഞാനതൊരു തയ്യാറാണെന്ന് ഈ സദസ്സിനെ മുൻനിർത്തി അറിയിക്കുന്നു. പക്ഷേ സദസ്സ് കെട്ടി അതൊരു ഇടപാടാക്കാൻ സമ്മതമല്ല. അത് ഞങ്ങൾക്ക് ദീനിയായ ഒരു ആചാരവുമല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അതുകൊണ്ട് വരും. നല്ല സദസ്സ് വെച്ച് പറയുന്നത് തന്നെ വഹാബികൾ ഈ പണി നിർത്തും എന്ന് കണ്ടീഷൻ പറഞ്ഞു തന്നാൽ നമ്മളുടെ മുബാഹല കൊണ്ട് അവർ സത്യമാണെന്ന് ബോധ്യപ്പെടുത്തിയിട്ട് അവർ ആ പണിയിൽ നിന്നും ആരോപണത്തിൽ നിന്നും മടങ്ങും എന്ന് റിക്കാർഡിക്കലായി എഴുതി തന്നാലോ പ്രഖ്യാപിച്ചാലോ ആ മുബാഹലക്ക് സുന്നി ഉലമാക്കൾ മുഴുവൻ തയ്യാറാണ്. അല്ലെങ്കിൽ ഞാനും ഞങ്ങൾ അംഗീകരിക്കുന്ന ഉലമാക്കളും അതിന് തയ്യാറാണെന്ന് ഈ സദസ്സിന് മുൻനിർത്തിയിട്ട് നിങ്ങൾക്ക് വാക്ക് നൽകുന്നു. നിങ്ങൾ ഒരു തെറ്റിദ്ധാരണ വഹാബി എന്നിട്ട് എന്നെ പറയാൻ ഞാൻ വഹാബി എന്ന് പറഞ്ഞിട്ടില്ല. വഹാബികൾ ഞാൻ പറഞ്ഞിട്ടില്ല. വഹാബികളെ തെറ്റിദ്ധാരണകൾ കുടുങ്ങി. എന്റെ ബാക്കിൽ ആരുമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പറഞ്ഞത്. ഈ ഒറ്റയ്ക്ക് നിങ്ങൾ അത് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ആ ഡേറ്റ് പറയുക. ആ ഡേറ്റിൽ എവിടെ നിങ്ങൾ പറയാൻ പറഞ്ഞെങ്കിൽ ഞാൻ അവിടെ തന്നെ പറയാം. നമുക്ക് രണ്ടാൾക്കും ഒറ്റയ്ക്ക് തീരുമാനിക്കാം. ചില ഉൾനാടുകളില് ഈ ദേഹത്തെ മുറിവേൽപ്പിക്കുന്ന കുത്തുറാത്തീവിനെ പോലത്തെ സീഡികൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിനെ പറ്റി ഉസ്താദ് കുറച്ച് വിവരിച്ചിരുന്നത് നന്നായിരുന്നു. കുത്തറാത്തീബ് കുത്തുബാത്തീബ് എന്ന് പറയുന്നത് ജിഫായി ത്വരീഖത്തിന്റെ ആളുകൾ അങ്ങനെയാണ് നടത്തുന്നത്. ജിഫായി ത്വരീഖത്ത് എന്നൊരു ത്വരീഖത്തിൽ അങ്ങനെ ഇടപാട് ചിലതുണ്ട്. ദിക്ർ ചെല്ലുന്ന സമയത്ത് കുത്തി മുറിവേൽപ്പിക്കുന്ന. പഴയ കാലത്ത് ഇത് ജിഫായി ഷെയ്ഖിന്റെ ആളുകൾ ജിഫായി ഷെയ്ഖ തങ്ങളുടെ കറാമത്ത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ്. അവർ ദിക്ർ ചൊല്ലുകയും ജിഫായി ഷെയ്ഖ് തങ്ങൾ അവർകളെ വിളിക്കുകയും ചെയ്യുന്ന സമയത്ത് അവർ മുറിവേൽപ്പിച്ച മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുകയും റെഡിപ്പെടുകയും ചെയ്യും. അപ്പൊ ഷെയ്ഖ് തങ്ങൾ അവർകൾ നല്ല കഴിവുള്ള ആളാണ് എന്നും ഷെയ്ഖ് തങ്ങൾ അവർകളെ വിളിക്കുന്നതിൽ ഫലമുണ്ട് എന്നും ജനങ്ങൾക്ക് ബോധ്യമാകും. ഇതനുസരിച്ച് രിഫായി ഷെയ്ഖ് അവർകളുടെ നല്ല വലിയ സ്ഥാനവും അതുപോലെ കറാമത്തുകളൊക്കെ സ്ഥിരപ്പെടും. ഇതിനു വേണ്ടിയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത്. ഏതായാലും ഒരു കർമ്മം എന്ന നിലക്ക് നടത്തുന്നവർ ഏത് ഉദ്ദേശക്കാരാവട്ടെ, ആ കർമ്മം എന്ന നിലക്ക് അതിനൊരു വിധി വേണം. ആ വിധി ബഹുമാനപ്പെട്ട ഇമാമുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ് തുഹ്ഫ.
മഹാനായ ഇബ്നു ഹജർ ഹൈതമിയുടെ തുഹ്ഫ. ആ തുഹ്ഫയിൽ അദ്ദേഹം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ, അതായത് ഗൗരവതരമായ അപകടകരമായ മുറിവേൽപ്പിക്കൽ, കുത്തല്, പാമ്പനെ കൊണ്ട് കടുപ്പിക്കൽ പോലുള്ളതായ ഇടപാടുകൾ അത് നടത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മനുഷ്യനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നും അപകടം വരികയില്ല എന്നും പതിവ് കൊണ്ടോ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ അനുഭവം കൊണ്ടോ ബോധ്യം വന്ന ആൾക്ക് അത്തരം ഇടപാടുകൾ പ്രവർത്തിക്കാം, അത് ജായിസാകുന്നു, കുഴപ്പമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതടിസ്ഥാനത്തിൽ കുത്തി മുറിവേൽപ്പിച്ച ആളുകൾക്ക് അങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുന്നതിൽ യാതൊരു അപകടവും വരാറില്ല, കുഴപ്പം വരാറില്ല എന്ന് അവർക്ക് മികച്ച ധാരണയുണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്ക് കുത്താവുന്നതാണ്, പൊളിക്കാവുന്നതാണ്, പൊളിച്ചിട്ട് കാണിക്കാവുന്നതാണ്, കൂട്ടാവുന്നതുമാണ്. അത് ഏത് സർക്കസുകൾക്കും ബാധകമാകാണ്. ഒരു കല ആണത് എന്നർത്ഥം. ഒരു കല എന്ന നിലയിൽ സർക്കസില്ലേ വലിയ അഭ്യാസം. സർക്കസ് സാധാരണ റോഡ് കാണുന്ന സർക്കസ്, പണം കൊടുക്കേണ്ടാത്തൊരു സർക്കസ് ഉണ്ടല്ലോ. ഒരു കോലും അങ്ങനെ ഒരു പെൺകുട്ടിനെ, ചെറിയ കുട്ടികളെയൊക്കെ കുത്തിയിട്ട് നിർത്തുന്നേ അല്ലെ, ഒരു കുന്തത്തും അങ്ങനെ നിർത്തിയിട്ടില്ല. നമുക്ക് കണ്ടാ വലിയ അപകടം തോന്നുമല്ലോ. എന്ന മാതിരി ട്യൂബ് പൊട്ടിക്കും വയറുകൊണ്ട്, അപകടം തോന്നും. ഈ കോലും അങ്ങനെ കുത്തിയിട്ട് വലിയൊരു കുട്ടിനെ മേപ്പെട്ട് കത്തിച്ചതിന്റെ ശേഷം പിന്നെ കോലങ്ങ് തട്ടും, എന്നിട്ട് ആ കുട്ടിനെ ഇങ്ങോട്ട് എടുക്കും, ഇങ്ങനെ കുത്തിയിട്ട് നിർത്തും. ഇതൊക്കെ സർക്കസാണ്. ഇത്തരം അഭ്യാസങ്ങളൊക്കെ ഇതിന്റെ വിധി. ഇത്തരം അഭ്യാസങ്ങൾ കൊണ്ട് കുഴപ്പം വരില്ലെന്നും നാശം വരില്ലെന്നും അപകടം പിണയില്ലെന്നും ഉറപ്പുള്ള ആളുകൾക്കോ മികച്ച ധാരണയുള്ള ആളുകൾക്കോ അത്തരം അഭ്യാസങ്ങൾ കലാപരമായി പ്രകടിപ്പിക്കാവുന്നതാണ്. ഈ നിലയിൽ റിഫായി ത്വരീഖത്തിലെ മഹാശൈഖുമാര് പണ്ടത്തെ കാലത്ത് ത്വരീഖത്തിലെ റിഫായി ശൈഖിന്റെ കറാമത്ത് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള മുറ എന്ന നിലക്കും ഇപ്പോഴത്തെ കാലത്ത് ഒരു കല എന്ന നിലക്കും അവതരിപ്പിക്കുകയാണെങ്കിൽ രണ്ടും ജായിസാകുന്നു, കുഴപ്പമില്ലാത്തതാകുന്നു, അപകടം പ്രശ്നമല്ലെങ്കിൽ എന്ന്. മനസ്സിലായിട്ടാ? ചോദ്യം മനസ്സിലായില്ലേ? ഉസ്താദ് പറഞ്ഞു ഔലിയാക്കളുടെ കറാമത്ത് വെളിവാക്കാൻ വേണ്ടി കുത്തറാത്തീബ് പ്രകടമാക്കുന്നു. ഫാസിക്കുകൾ അല്ലെങ്കിൽ കള്ളുകുടിയന്മാരെ പോലത്തെ ആളുകളിൽ നിന്നാണ് ഇന്ന് കുത്തറാത്തീബ് അധികം സ്ഥലത്തും കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഉസ്താദിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. അങ്ങനെ വരുന്നതിൽ കുഴപ്പമില്ല. ഫാസിക്കിന്റെ കൈക്കായാലും വരുന്നത് ഔലിയാക്കന്മാരുതാണല്ലോ. അതായത് നിങ്ങൾക്ക് തന്നെ തിരിയുന്നൊരു ഉദാഹരണം ഉണ്ട്. ഒരു വലിയ മഹാൻ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടുക എന്നതൊരു വലിയ കറാമത്താണെങ്കിൽ ആ കറാമത്ത് ഒരു തമ്മാടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം വന്നൂടെ? ഒരു തമ്മാടിക്ക് കുറെ കാലമായിട്ടൊരു കുട്ടിയില്ല, നിനക്ക് ഇന്ന് പോയി സംഭോഗം നടത്തിക്കോ, ഇന്ന് എനിക്ക് ഗർഭമുണ്ടാവും, ഇതിൽ നീ ഇത്രാം തീയതി പ്രസവിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു ഔലിയ ഒരു കറാമത്ത് പ്രകാരം ഒരു കശ്ഫിന്റെ വിവരം പറഞ്ഞു. അങ്ങനെ അയാൾക്ക് കുട്ടിയുണ്ടായി. ഇയാളാണെങ്കിൽ വലിയ ഫാസിക്കും ദുർനടപ്പുകാരനായിരുന്നു. അപ്പൊ അയാൾ കൈക്കല്ലേ ഈ കറാമത്ത് സഫലായത്? അങ്ങനെ വരാലോ. അപ്പൊ എല്ലാവർക്കും സമ്മതല്ലേ? നമസ്കാരം. ഫാസിക്കുകളിലൂടെ ഔലിയാന്റെ കറാമത്ത് എതിരാണല്ലോ ഫാസിക്കുകളിൽ നിന്നല്ല, ഫാസിക്കുകളിലൂടെ ഔലിയാന്റെ കറാമത്ത് വെളിപ്പെടുക. അതാ ഫാസിക്കുകളിൽ നിന്ന് വന്നതാണെങ്കിൽ, അതായത് ഞാൻ ചെയ്തു, ഞാനാക്കി എന്നാണ് ആ ഫാസിക്ക് പറയുന്നതെങ്കിൽ അതിന് കറാമത്ത് എന്ന് പറയില്ല. ഒരേ വിഷയം തന്നെ, അത്ഭുതകരമായത് തന്നെ ഫാസിക്കിൽ നിന്നുണ്ടാകുമ്പോൾ അത് പേര് മാറും. ഇസ്തിറാജുനോ അല്ലെങ്കിൽ മോശപ്പെട്ട ഏതെങ്കിലും തരക്കുള്ള താൽക്കാലികമായ അള്ളാഹുവിന്റെ മോശത്തിനുള്ള സഹായം എന്നുള്ള നിലക്കൊക്കെ ആയിട്ട് മാറും. സ്വാലിഹായ നല്ല മനുഷ്യന്മാരിൽ നിന്ന് ഉണ്ടാവുമ്പോഴേ അതിന് കറാമത്ത് എന്ന് പേര് പറയുള്ളൂ. അത്ഭുതങ്ങൾക്ക് തന്നെ ഈ പേരൊക്കെ. അപ്പൊ ഫാസിക്കിൽ നിന്നുണ്ടാകുന്നതിന് അങ്ങനെയാ പേര്. ഇവിടെ ഫാസിക്കിന്റെ കൈക്ക് ഔലിയാന്റെ കറാമത്ത്. അതിനാ ഞാൻ നേരത്തെ ഉദാഹരണം കാണിച്ചത്. ഒരു ഫാസിക്കിന് കുട്ടി ഉണ്ടാക്കുക ഔലിയ പറഞ്ഞിട്ട്. അപ്പൊ ഔലിയനെ വിളിച്ചപ്പോ മുറി കൂടുക, അത് ഫാസിക്കിന്റെ മുറി കൂടുക, കുഴപ്പമില്ലല്ലോ. ഫാസിക്കായ ഒരു മനുഷ്യനിക്ക് അങ്ങനെ ഒരു ഔലിയാക്കന്മാരുടെ പേരിൽ കറാമത്ത് കാണിക്കാൻ പറ്റുമോ? ഫാസിക്കായ മനുഷ്യന്മാര് കൈക്ക് അവരിലൂടെ ഔലിയാക്കന്മാരുടെ കറാമത്ത് വരിക. ഇത് ആദ്യത്തേതാ ഞാൻ പറഞ്ഞ. ആദ്യം ഫാസിക്കങ്ങളൊന്നും അല്ല ഇതിന്റെ ആളുകൾ. ആദ്യത്തിൽ റിഫായി ത്വരീഖത്തിലെ ശരിയായ ഷെയ്ഖുമാരും അവരുടെ ശിഷ്യന്മാരും അവരുടെ ത്വരീഖത്തിൽ അംഗീകൃതമായിട്ടുള്ള മഹാൻ ഒരു വലിയ മഹാനാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അനിസ്ലാമികമായിട്ടുള്ള അമുസ്ലിമീങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി റിഫായി ഷെയ്ഖിന്റെ ത്വരീഖത്താണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടി ചെയ്തു വന്നിരുന്നതാണ്. അന്ന് വെളിപ്പെട്ടിരുന്നൊക്കെ സ്വാലിഹീങ്ങൾ കൈക്കാണ്.
സ്വാലിഹീങ്ങൾ കൈക്ക് വെളിപ്പെട്ടിരുന്ന രീതിയിൽ ഫാസിക്കീങ്ങൾ ദിവ്യമായിട്ട് വരുന്നതാണെങ്കിൽ തന്നെ, അതായത് അള്ളാന്റെ ഭാഗത്തുനിന്ന് കറാമത്തായിട്ട് മറ്റൊരു ചേഷ്ടിയും ഉപകരണവും അല്ലാതെ സൂത്രങ്ങളൊന്നും ഇല്ലാതെ വരുന്നതാണെങ്കിൽ തന്നെ വരാം എന്നാ ഞാൻ സംസാരിച്ചത്. അങ്ങനെ വരാൻ ഇമാമിയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് ആലിമിങ്ങൾ നേതൃത്വം കൊടുക്കുന്നുണ്ടല്ലോ, ആ ഫാസിക്കിന്റെ പുറം ആലിമിങ്ങൾ നേതൃത്വം കൊടുക്കുന്നു. ഫാസിക്കീങ്ങൾ കൊടുക്കുന്നത് ഷെയ്ഖ് തങ്ങൾ അവർകളെ വിളിച്ചിട്ട് ഇങ്ങനെ മുറിവ് കൂട്ടുന്ന ഒരു കല ഉണ്ടായിരുന്നു എന്ന് പറയാനാണ്. ഇത് ഇത്തരത്തിലുള്ള ഒരു കല ഉണ്ടായിരുന്നു എന്ന് പറയാന്, അല്ല പണം ഉണ്ടാക്കാനുള്ള ഒരു ഇടപാടാണെങ്കിൽ അതൊക്കെ മോശപ്പെട്ട രീതിയാണെന്ന് മനസ്സിലായിക്കോളി. ഇപ്പൊ ചെയ്യുന്ന ആളുകള് പലരുണ്ട്. ഉദാഹരണമായിട്ട് ഖലീഫമാര് എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ നടക്കും. അവർ ജീവിതത്തിൽ ഒന്നുമില്ല, നിസ്കാരമല്ല, ഇബാദത്തുമില്ല, ഒന്നുമില്ല. ഷെയ്ഖ് തങ്ങളെ പേരും പറഞ്ഞിട്ട് ജീവിച്ചങ്ങനെ നടക്കണം. അതിന് അത്ഭുതം കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു നടപടിയുണ്ട്. ആ നടപടി പ്രകാരം ചെയ്യുന്നവർ മിക്കപ്പോഴും വല്ല ചെറിയ സൂത്രങ്ങളും പ്രയോഗിക്കും. മുറിവാകാതെക്കാനുള്ളതോ മുറിവായെന്ന് തോന്നാനോ അല്ലെങ്കിൽ മുറിവായത് കൂടിയെന്ന് തോന്നാനോ പറ്റുന്ന തരത്തിലുള്ള സൂത്രം. അതിനാ ഞാൻ സർക്കസ് എന്ന് പറഞ്ഞില്ലേ, സർക്കസ് പറഞ്ഞിട്ടൊരു ഇടപാടില്ലേ, അതിലുള്ളത് ഇല്ലാത്തതായിട്ടും തോന്നും, കായികപരമായിട്ടുള്ള അഭ്യാസങ്ങളായിട്ടും തോന്നും, ഇല്ലാത്തത് ഉള്ളതായിട്ട് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള മാജിക് ഇനങ്ങളും ഉണ്ട്. ഈ രീതിയിലുള്ള ചില കള്ളത്തരങ്ങളും ചിലപ്പോൾ നടക്കും. ഏതാണ് ഇവിടെ നടക്കുന്നതെന്ന് നമുക്കറിയില്ല. നടക്കുന്നത് ഇന്നത്തെ രീതിയിലുള്ളത് ഫാസിക്കീങ്ങളാണെങ്കിൽ അവർ ജീവിതത്തിന് വേണ്ടി നടക്കുന്നവർ അഭ്യാസം നേരെ മനസ്സിലാക്കാനുള്ളൂ. അഭ്യാസം എന്ന നിലക്കാണെങ്കിലും അപകടമില്ലാത്ത ഇത്തരം പ്രവർത്തനങ്ങൾ അവർക്ക് ബോധ്യപ്പെട്ടാൽ ചെയ്യൽ അനുവദനീയമാണ്. നേരെ മറിച്ച് ഷെയ്ഖ് തങ്ങളവരുടെ കറാമത്ത് ബോധ്യപ്പെടുത്താനാണ് ആ ത്വരീഖത്തിൽ ഇങ്ങനെ ഉണ്ടായി തുടങ്ങിയത്. അന്ന് ഷെയ്ഖ് തങ്ങളവരുടെ ഭക്തന്മാരായ ആളുകളും ആ ത്വരീഖത്തിലുള്ള നല്ല മനുഷ്യന്മാരുമാണ് ഇതിന് നേതൃത്വം നൽകുക. അവർ ഷെയ്ഖ് തങ്ങളുടെ കറാമത്ത് ബോധ്യപ്പെടുത്തി അനിസ്ലാമികമായ രീതിയിൽ നിന്നും അമുസ്ലിമീങ്ങളിൽ നിന്നും ഇസ്ലാമിലേക്ക് ആളെ കൊണ്ടുവരാനായിരുന്നു അതൊക്കെ ചെയ്തത്. മിക്കവാറും കേരളത്തിലും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഇസ്ലാം പ്രചരിപ്പിച്ചത് സൂഫി വര്യന്മാരിലൂടെയല്ലേ. അത് ജീവിച്ചിരിക്കുന്ന സൂഫി വര്യന്മാരുടെ അത്ഭുതങ്ങൾ കണ്ട് ഇസ്ലാമിലേക്ക് വന്നവരുമുണ്ട്. വഫാത്തായവരുടെ അത്ഭുതം തെളിഞ്ഞിട്ട് ഇങ്ങനെയുള്ള മഹാത്മാക്കൾ ജീവിച്ചതാണോ ഇസ്ലാം എന്ന് കരുതിയിട്ട് വന്നതുമുണ്ട്. അതിന് ഉപകാരമാക്കാനും ഉപാധിയാക്കാനുമാണ് പണ്ടുകാലത്ത് നടന്നിരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി അല്ല, ഫാസിക്കായ ഒരാളിൽ നിന്ന് തന്നെ ഇങ്ങനെ വരികയാണെങ്കിൽ അയാളുടെ കൈക്ക് വരിക എന്ന് അതിനെ മനസ്സിലാക്കുക. ഷെയ്ഖ് തങ്ങളുടെ കറാമത്ത് അങ്ങനെ വരാം എന്ന് നമ്മുടെ ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാ പറഞ്ഞു. സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതിന് നശിപ്പിക്കണില്ലല്ലോ, മുറിവേൽക്കണില്ലല്ലോ. നമ്മൾ ഇങ്ങനെ കാണിച്ചിട്ട് ആക്കിയിട്ട് കൂടുന്നില്ലേ, അതിന് നശിപ്പിക്കണേ. ഓപ്പറേഷൻ ചെയ്തില്ലേ നിങ്ങള്? വെയിൽ നിൽക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞിട്ട്, നോമ്പിടിച്ചിട്ട് വെയിൽ നിൽക്കാൻ പോലും പാടില്ല എന്ന് പറഞ്ഞു. ആ ശല്യമുള്ളവർക്ക് പാടില്ല, ശരീരത്തിന്റെ വിധി. അതേ ശല്യമുള്ളവർക്ക് പാടില്ല. വെയിലത്ത് നിൽക്കുക എന്നൊരു ഇബാദത്താക്കിയിട്ട് കൊണ്ടുവരികയാണെങ്കിലും പാടില്ല. നേരെ മറിച്ച് ഒരു അഭ്യാസം എന്നുള്ള നിലയിൽ എന്റെ മിടുക്ക് നോക്കിയിടോ, ഞാൻ എത്ര വെയിലത്ത് നിന്നാലും പട്ടിണി കിടന്നാലും എനിക്ക് യാതൊന്നും വരുന്നില്ല എന്നും പറഞ്ഞിട്ട് ഒരു കായികാഭ്യാസി അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അഭ്യാസവും സൗകര്യവും നിർത്താൻ വേണ്ടിയിട്ട് ബോധ്യപ്പെടുത്താൻ വേണ്ടി അങ്ങനെ ഇടപാട് ചെയ്താൽ അത് അനുവദനീയമാണ്. ഹറാമാന്ന് പറയാൻ വിധില്ല. നേരെ മറിച്ച് പീഡനം എന്നത് ഒരു ഇബാദത്തായിട്ട് മാറ്റുന്നത് ഇസ്ലാമിലില്ല. ഇതൊരു അത്ഭുതമായിട്ട് കാണിച്ചിട്ട് റിഫായി ത്വരീഖത്തിന്റെ വലിപ്പം പറയാനാണെങ്കിൽ അത് ഫാസിക്കീങ്ങൾ കൈക്ക് വന്നാലും മോശമില്ല, അത് അനുവദനീയമാകും. അല്ലെങ്കിൽ സർക്കസ് അഭ്യാസം എന്നുള്ള നിലക്ക് നടത്തിയാലും അനുവദനീയമാകും. വിധി അതാണ്. പൊതുജനങ്ങൾ വിശ്വസിക്കൂലേ ഫാസിക്കായ ഒരു മനുഷ്യർക്ക് ഈ ആരെങ്കിലും ഔലിയാക്കന്മാരെ ഇത് കറാമത്ത് കാണുന്നുണ്ട്? ഫാസിക്കായ മനുഷ്യനിക്കല്ല, നിങ്ങൾ ഈ പറയുന്നത് മനസ്സിലാക്കുന്നില്ലേ? ഫാസിക്കായ മനുഷ്യൻ കൈക്ക് വരിക ഔലിയാന്റെ കറാമത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കി. ഒരു കുട്ടികളില്ലാത്ത ഏറ്റവും വൃത്തികെട്ട ഒരു ഫാസിക്കിന് ഒരു ഔലിയാന്റെ കറാമത്ത് ബോധ്യപ്പെടുന്നു. അയാളിലൂടെ ഒരു കുട്ടി ഉണ്ടായി. അയാൾക്കൊരു കുട്ടി ഉണ്ടായി. എന്തോ ഒന്ന് കുട്ടികളില്ല, ഞാൻ എത്ര കാലമായിട്ട് ഗൾഫിൽ പോയിട്ട് ഇവിടെ പോയിട്ട് അവിടെ ചെയ്തു ഇവിടെ ചെയ്തൊന്നും നടന്നില്ല, നിങ്ങൾ എന്തെങ്കിലും ഇന്നൊരു വഴി ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോ നീ ഇന്ന് പോയി ബന്ധപ്പെട്, എന്നിട്ട് നീ എനിക്കൊരു കുട്ടി ഉണ്ടാവും, ഇത്രാം തീയതി നീ ആ കുട്ടിനെ പ്രസവിക്കുന്ന ഒരു ഔലിയ പറഞ്ഞു. അങ്ങനെ ആ ഔലിയന്റെ കറാമത്ത് വെളിപ്പെട്ടത് ഈ ദുർനടപ്പുകാരനായ ആളിലൂടെയാണ്. ഇങ്ങനെ വന്നൂടെ? ഇതിൽ നിഷേധിക്കാൻ വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഇതുപോലെ ഫാസിക്കീങ്ങളായ ആളുകൾ മുറിവ് വരുത്തിയിട്ട് ആ മുറിവ് കൂട്ടിത്താ മൊഹിയുദ്ദീനേന്നോ റിഫായി ഷെയ്ഖേന്ന് പറയുന്നതിന്റെ ബലത്തിൽ കൂടി എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണെങ്കിൽ തന്നെ അത് കറാമത്ത് വന്നതാണ് എന്ന് മനസ്സിലാക്കാം. യാഥാർത്ഥ്യമില്ലാത്ത സൂത്രപ്പണി കൊണ്ടും അങ്ങനെ വരാം. അപ്പൊ നടത്തുന്നവരെങ്ങനെയാ നടത്തുന്നത് നമുക്ക് പറയാൻ കഴിയില്ല. അതല്ല ഉസ്താദിനോട് ചോദ്യം.
ആദ്യം ഒരു മുറി ഉണ്ടായി, ഒരു മരത്തിന് വീണ് പ്രശ്നം ഉണ്ടായി. അപ്പൊ മൊഹീദ്ദീൻ ഷേഖ് പറഞ്ഞു അപ്പൊ കറാമത്തുണ്ടായത് പ്രശ്നം വേറെ. ഇത് റാത്തീബ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ട് മുറി ഉണ്ടാക്കിയിട്ട് കൂട്ടിയതാന്ന് പറഞ്ഞെങ്കിൽ അതൊരു അതിനാണ് സഹോദര പറയുന്നത്. ഈ റാത്തീബ് നടത്തുന്നത് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെയും റാത്തീബ് നടത്തുന്ന ഷെയ്ഖിന്റെയും വലുപ്പം കാണിച്ചു കൊടുക്കാനാണ്. ഞാൻ കണ്ടോളൂ, എന്റെ ഷെയ്ഖിനെ ഞാൻ ബോധ്യപ്പെടുത്തി തരാം. ദബ്ബൂസ് കൊണ്ട് കുത്തിയിട്ട് എനിക്ക് മുറിവുണ്ടായാൽ ഞാൻ എന്റെ ഷെയ്ഖിനെ വിളിച്ചാൽ അപ്പൊ തന്നെ ആ മുറിവ് കൂടും എന്നൊരു വെല്ലുവിളിയുടെ രൂപത്തിൽ ഒരു ഷെയ്ഖിന്റെ ഇഷ്ടക്കാരായ ആളുകൾ ആ ഷെയ്ഖിന്റെ വലുപ്പം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തിയാൽ അത് അദ്ദേഹത്തിലൂടെ വെളിപ്പെടുന്നതായ ഷെയ്ഖിന്റെ കറാമത്തായി ഗണിക്കാം, ദുർനടപ്പുകാരനാണെങ്കിലും. അങ്ങനെ തന്നെ ആവണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. കാരണം സൂത്രപ്പണി കൊണ്ടും ഈ തരത്തിലൊക്കെ നടക്കാം. നമ്മൾ മൂമിനീങ്ങൾ മാത്രമല്ല, ഇപ്പൊ മരിച്ചല്ലോ ദൈവാവതാര എന്ന് പറയുന്ന ആ ദൈവങ്ങളൊക്കെ അവരെന്തെല്ലാം അത്ഭുതം കാണിക്കലുണ്ട്. അതൊക്കെ പൈശാചിക സേവ കൊണ്ട് നടത്താം. ചില പ്രത്യേകമായ ചില മരുന്ന് കൊണ്ടോ ഏതെങ്കിലും സാധനം കൊണ്ടോ അങ്ങനെ മുറിവില്ലാതെ ഒപ്പിക്കാം, രക്തം ഒലിക്കുന്നതായിട്ട് തോന്നാം, ഇതൊക്കെ സംഭവിക്കാം. അതൊക്കെ ഓരോന്നിനും അതാതിന്റെ വിധി. യഥാർത്ഥ രീതിയിൽ വലിയന്റെ കറാമത്ത് വെളിപ്പെടുത്താനാണെന്ന് വരികയാണെങ്കിൽ ആ കറാമത്ത് ആ ഫാസിക്കിലൂടെ വരാം എന്നേ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കായികാഭ്യാസം വെളിവാക്കാനും പ്രയാസമില്ലാതെ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനും പറ്റും എന്ന് അറിയിക്കാനും വലിയന്റെ കറാമത്തിന് അല്ലാതെ വന്നാൽ തന്നെ അതൊരു അഭ്യാസം എന്നുള്ള നിലക്ക് നടത്തൽ ജായിസാകുന്നു എന്നാണ് നമ്മുടെ വിധി. വലിയന്റെ കറാമത്ത് വെളിപ്പെടുത്താനാണെങ്കിൽ അതിന്റെ ലക്ഷ്യത്തിന്റെ നിലനിൽക്കും. ആൾക്കാരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാനാണെങ്കിൽ നല്ല ലക്ഷ്യത്തിന് വേണ്ടി ചെയ്യുന്ന പണിയായിട്ടിരിക്കും. ഇന്ന് ചെയ്യുന്നത് എന്താണ്, വേറെ എവിടെയെങ്കിലും നടത്തുന്നത് എന്താണ് എന്നല്ല ഞാൻ സംസാരിക്കുന്നത്. അത് ഇതിനനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. നിർദ്ദേശത്തോടു കൂടി മനസ്സിലായിട്ടില്ലേ? നമ്മുടെ നാടുകളിൽ കൂടുതലും കുത്തുബിയത്ത് നടക്കുന്നത് രാത്രിയിലാണ്. അങ്ങനെ രാത്രി മാത്രം നടത്തണമെന്ന് ശൈഖ് തങ്ങൾ വസിയത്ത് ചെയ്തിട്ടുണ്ടോ? ഒന്ന്. രണ്ടാമത്തേത് യാഖൂസ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് പറയുമ്പോൾ ലൈറ്റൊക്കെ കെടുത്താനുണ്ട്. അങ്ങനെ ലൈറ്റ് കെടുത്താൻ ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് കൂടുതൽ ആൾക്കാർ ചോദിച്ചത് കൊണ്ടാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ശൈഖ് തങ്ങൾ അവർകൾ നിർദ്ദേശിച്ചത് മാത്രമല്ല ഇന്ന് കുത്തുബിയത്തിൽ നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു. ശൈഖ് തങ്ങൾ അവർകളുടെ പേരിൽ കുത്തുബിയത്ത് എന്നുണ്ടാക്കിയത് സദഖത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളാണ്. അതിൽ ശൈഖ് തങ്ങൾ അവർകളുടെ നിർദ്ദേശം 1000 വട്ടം വിളിക്കുന്നത് മാത്രമാണ്. അതിൽ ഖൽവത്തിഹി എന്നൊരു വാക്കുണ്ടല്ലോ, അല്ലെ? കുത്തുബിയത്ത് തന്നെ പറയാൻ വേണ്ടിട്ട് പറഞ്ഞ അദ്ദേഹത്തിന്റെ വാക്കിൽ അതുണ്ട്. ആ ഖൽവത്ത് എന്നതിന്റെ അർത്ഥം സ്പഷ്ടമാകാൻ ആ രീതിയിൽ ഇരുട്ട് കത്തിയിട്ടോ രാത്രിയിലോ ആകുന്നതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് ഏതെങ്കിലും കുത്തുബിയത്ത് ചൊല്ലിക്കാൻ ഇജാസത്ത് കൊടുക്കാൻ അനുവാദമുള്ള ശൈഖുമാരുടെ ഗണനപ്രകാരം അങ്ങനെ തോന്നിയാൽ അവർ നിർദ്ദേശിക്കുന്നതാണത്. ആ നിർദ്ദേശത്തിന് അവരുടെ നിർദ്ദേശത്തിന്റെ വിലയുണ്ട്. അവർ മഹത്തുക്കളാണെങ്കിൽ ആ മഹത്വം അവർ നൽകുന്നതിലൂടെ കിട്ടുന്ന മഹത്വം അവരുടെ നിർദ്ദേശം പാലിച്ചെങ്കിലാണ് കിട്ടുക. പിന്നെ ദിക്ർ ചൊല്ലുന്ന നേരത്തെ ഇരുട്ട് കെടുത്തുന്നതിന് പ്രത്യേകമായിട്ടുള്ള ചില ഫലങ്ങളുണ്ട് എന്ന് ചില കിതാബുകളിലൊക്കെ വിവരിച്ചിട്ടുണ്ട്. സലാലിമുൽ ഫുദല പോലത്തെ കിതാബുകളിലൊക്കെ ഇത് വിവരിച്ചിട്ടുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. അതിൽ കുഴപ്പമൊന്നുമില്ല, ശൈഖ് ഉപദേശിച്ചതല്ല. മുഹിയുദ്ദീൻ ശൈഖിനെ മാത്രം എന്താണ് 1000 വട്ടം വിളിക്കുന്നതെന്നും അതിനേക്കാൾ മുമ്പ് വന്ന ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയോ ഖുലഫാഉർ റാഷിദുകളെയോ ശേഷം വന്ന താബികളെയോ വിളിക്കലല്ല നല്ലത്, എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കാത്ത എന്നാണ് സാധാരണ പറഞ്ഞല്ലോ. ഈസാ നബിനെ വിളിക്കാത്ത എന്താന്ന് പറഞ്ഞല്ലോ, ശൈഖ് തങ്ങളുടെ വസിയ്യത്ത് മാനിച്ച് അദ്ദേഹമാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ വിശ്വാസമുള്ളവർക്കൊക്കെ അതുപോലെ വിളിക്കാം. സക്കരിയ നബി പറഞ്ഞാൽ സക്കരിയ നബിനെ വിളിക്കാം, ഇല്യാസ് നബി പറഞ്ഞാൽ ഇല്യാസ് നബിനെ വിളിക്കാം, ഹിദർ നബി പറഞ്ഞാൽ ഹിദർ നബിനെ വിളിക്കാം. അവർ പറഞ്ഞില്ലെങ്കിലും വിളിക്കാം, കുഴപ്പമില്ല. പക്ഷെ വിളിപ്പിന്റെ നടപ്പ് വരാത്തത് അവരാരും അങ്ങനെ വസിയത്ത് ചെയ്ത് നമുക്ക് കിട്ടാത്തത് കൊണ്ടാണ്. വസിയത്ത് ചെയ്ത അനുസരിച്ച് നടപ്പാക്കിയതാണ് ആ ത്വരീഖത്തിലെ മശായിഖുമാർ, അതാണ് നടപ്പ്. ആഖിർ കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹു അദ്ഖുൽ ജന്ന എന്ന് പറഞ്ഞ റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ അപ്പൊ കുറച്ച് ഉലമാക്കന്മാര് കലിമത്തോടു കൂടി മരിച്ച ആളുകളെ കുറിച്ച് വഹാബികൾക്ക് നല്ല അഭിപ്രായമുണ്ട്. അപ്പൊ അവരെ ഈ ഉലമാക്കൾ അവരെ ആവശ്യം മുഴുവനും കുത്തുബിയത്തും റാത്തീബും ചെയ്ത ആളുകൾ. അപ്പൊ അവര് ഈ ശിർക്കാക്കിയ ആളുകള് അവസാനം തൗഹീദോട് കൂടി സാദത്ത് കലിമയോട് കൂടി അവർ മരിക്കുവോ എന്ന് ഞാൻ ചോദിച്ചു. നിങ്ങൾ ചോദിച്ചെന്ന് എനിക്ക് മനസ്സിലാകുന്നത്, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിച്ച എത്രയോ ഭക്തന്മാരായ ഉലമാക്കളും ആൾക്കാരും ഉണ്ട്.
അവരൊക്കെ ഇവര് മുശ്രിക്കുകളും ശിർക്കാണ് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്ക് നല്ല നിലക്ക് മരിക്കാൻ കഴിയുമോ എന്നാണ് നിങ്ങൾ ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ അല്ല. ഈ ഉലമാക്കന്മാർക്ക് മരിക്കാൻ അങ്ങനെ കഴിയുമോ? ലാഹില ഷഹാദത്തോട് കൂടെ ഈ ഉലമാക്കന്മാർക്ക് ഷഹാദത്തോട് കൂടെ ഈ ശിർക്കും വിദഅത്തും ചെയ്ത ആളുകൾക്ക് മരിക്കാൻ പറ്റുമോ എന്ന് അതിന് ശിർക്കാണ് എന്ന് ആരെ പറഞ്ഞു? എന്ത് ശിർക്കാങ്ങൾ പറയുന്നത്? അല്ല, ഈ വഹാബികൾ ചോദിക്കുന്നതിന് ഉസ്താദ് ഉത്തരം പറയണം. അതിന് വഹാബികൾ ചോദിക്കുന്നത് ഈ ശിർക്കാണ് എന്ന് വിചാരിച്ചു കണ്ട് ഒരാളും ഇത് പറയുന്നില്ല. നമ്മൾ ശിർക്കല്ല പറയുന്നത്. ഞാൻ പറഞ്ഞില്ലപ്പോ ഇബ്നു ഉമർ എന്നവർക്ക് ഇബ്നു അബ്ബാസ് എന്നവർ പറഞ്ഞു കൊടുക്കുന്ന മാതൃകയാണ് ആപത്തുകൾ വരുന്ന നേരത്ത് നബിയെ വിളിക്കാൻ. ഈ പ്രകാരത്തിൽ ഷെയ്ഖ് തങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്നെ വിളിക്കാൻ. അപ്പൊ വിളിക്കുക എന്നത് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉപദേശം പോലെ തന്നെ ഷെയ്ഖ് തങ്ങൾ അവർകൾ തന്റെ മുരീദുമാരോട് നൽകിയ ഒരു ഉപദേശമാണ്. ഈ ഉപദേശപ്രകാരം വിളിക്കുന്നത് ശിർക്കല്ലല്ലോ. ശിർക്കാണെങ്കിലല്ലേ ഈ മുശ്രിക്കീങ്ങൾ ഈമാൻ കിട്ടി മരിക്കണെങ്ങനെ? മുശ്രിക്കീങ്ങൾ ഈമാൻ കിട്ടി മരിക്കണേ? മുശ്രിക്കീങ്ങൾ ഈമാൻ കിട്ടി മരിക്കൂല. മുശ്രിക്കീങ്ങൾ ശിർക്കിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ അവർ അങ്ങനെ മുശ്രിക്കീങ്ങളായിട്ട് മരിക്കും, നരകത്തിൽ ശാശ്വതമായി കിടക്കും. ആ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ആരും പെടുത്താതിരിക്കട്ടെ. അതിൽ പെടുത്തരുത് ഈ കഴിഞ്ഞ കാലത്തെ ഉലമാക്കളെയും ഔലിയാക്കളെയും മുത്തക്കീങ്ങളെയും ഭക്തന്മാരെയും ഇമാമീങ്ങളെയും മുരിസുമാരെയും ഉലമാക്കളെയും എന്നതുകൊണ്ടാണ് അവരൊക്കെ മുശ്രിക്കീങ്ങളാണ് ശിർക്കാണ് എന്നുള്ള ഈ ദുരാരോപണത്തിനെതിരെ ഇത്തരം പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് നമ്മൾ പോരാടുന്നത്. വളരെ പ്രയാസം സഹിച്ചിട്ട് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പടി ഉലമാക്കളെ, കെലിമ ചൊല്ലി മരിച്ച ഉലമാക്കളെ, യാസീനോദി മരിച്ച ഉലമാക്കളെ, സുജൂദിൽ കടന്ന് മരിച്ച ഉലമാക്കളെ കുത്തുബിയത്ത് ചൊല്ലിയവരാണ്. അങ്ങനെയുള്ളവരൊക്കെ ഒരു മുശ്രിക്കീങ്ങളാണ് എന്ന് പറഞ്ഞാൽ എത്ര ഗൗരവതരമായ ആരോപണമാണിത്. ഒരു മുശ്രിക്കല്ലാത്ത ആളെ മുശ്രിക്ക് എന്ന് പറഞ്ഞാൽ വ്യക്തമായി ഒരാൾ വ്യക്തം പറഞ്ഞാണെങ്കിൽ അയാൾ ശരിക്കും അപ്പൊ തന്നെ മുശ്രിക്കോ കാഫിറാവൂലേ? അപ്പൊ ഈ തരത്തിലുള്ള അപകടകരമാണ് ഈ ആരോപണം അറിയിക്കാനാണ് ഈ പണികളൊക്കെ നടത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ മുശ്രിക്ക് ആരോപിക്കുന്നവരാണ് അവർ ഈമാൻ തെറ്റി മരിക്കാനിട, അവസാനം ചീത്തയായി മരിക്കാനിട വരിക. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ബിദ്അത്ത് സൂൽ ഖാത്തിമത്തിന്റെ അടയാളമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട്, റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. ഒരു സുന്നത്തും ഫർളും അവരിൽ നിന്ന് സ്വീകരിക്കൂല അവരുടെ ബിദ്അത്തിൽ നിന്ന് മടങ്ങിയിട്ടില്ലെങ്കിൽ എന്ന്. ആ കൂട്ടത്തിൽ പെടാതെ അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി.